ആൽഫ പടം കണ്ടു. ഈ പടം നിങ്ങൾ ആക്ഷൻസിന് വേണ്ടി കാണാം, പിന്നെ ആലിയ ഭട്ടിന്റെ ഒരു ഓവറോൾ പെർഫോമൻസിന് വേണ്ടി കാണാം. അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പടത്തെ കുറിച്ചിട്ട് ഒറ്റ വാചകത്തിൽ പറയാനുള്ളത്. ആൽഫനെ കുറിച്ചിട്ട് ആൽഫ ഫോർ മീ എനിക്ക് വർക്കായി. എനിക്ക് വർക്കാവുന്നതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ വെൽക്കം ടു ജോ മൂവി വേൾഡ്. റിവ്യൂ പറയുമ്പോൾ പലരും പല കമ്പാരിസൺ വെച്ചിട്ടാണ് പറയണമെങ്കിൽ അതിൽ ഈ പടത്തിനെ നിങ്ങൾ ദുരന്തർ വെച്ചിട്ടായിരിക്കും ഇനി കമ്പാരിസൺ ചെയ്യാൻ പോകും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. രണ്ട് പടമാണ്. സ്പൈ എന്നുള്ള ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് നിങ്ങൾ രണ്ടിനും കമ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ പടം കാണാൻ പോകണ്ട. ഇത് ദുരന്തറിന്റെ പോലെയോ ദുരന്തറിനായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു റിയലിസ്റ്റിക്കോ അല്ല, ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇതിൽ നിങ്ങൾ ആൽഫ അല്ല. ആൽഫ എന്ന് പറയുന്നത് ലോജിക് ഓഫ്, കളർഫുൾ എന്റർടൈൻമെന്റ്, സ്റ്റൈലിഷ്, പിന്നെ എന്താ പറയുക ഓവർ ദ ടോപ്പ് മിക്സ്, ഇങ്ങനെ അങ്ങനത്തെ ഒരു ആക്ഷൻസ് ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജ്. അതാണ് ആൽഫ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ആൽഫ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഇനി ആൽഫ പടം ഈ നേരത്തെ പറഞ്ഞ പോലെ YRFന്റെ സ്പൈ യൂണിവേഴ്സിലത്തെ പുതിയ എൻട്രിയാണ്, ഒരു ഒറിജിനൽ എൻട്രിയാണ്, ഫീമെയിൽ സെൻട്രിക്കാണ്. ആലിയ ഭട്ടും ശർവരിയാണ് ഇതിൽ മെയിൻ റോളിൽ വരുന്നത്. അപ്പൊ തന്നെ ഒരു ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ആക്ഷൻ സീക്വൻസും ആ ഒരു മൊത്തത്തിൽ ആക്ഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നതും അത് മേക്ക് ചെയ്തേക്കുന്നതും അതിന്റെ BGM എല്ലാതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാം. പിന്നെ ആലിയ ഭട്ട് ആസ് യൂഷ്വൽ, അതിപ്പോ ഞാൻ കുറച്ച് ആലിയ ഭട്ടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പറയണതല്ല, ആലിയ ഭട്ടിന്റെ ചില റോളുകൾ സൂട്ടാവും. ഇതില് ആലിയ ഭട്ടിന്റെ സ്ഥിരം ചാമും ഒപ്പം കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും കൂടി വന്നപ്പോ ഈ ക്യാരക്ടറിന് ഒരു ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ജസ്റ്റിഫൈ ചെയ്ത് ആലിയ അഭിനയിച്ചിട്ടുണ്ട്. ഷർവരി അങ്ങനെ തന്നെ. ഇവർ രണ്ടുപേരുടെയും കോമ്പയും കാണാൻ രസമായിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു കൊമേഴ്ഷ്യൽ ആക്സിപ്റ്റ്. അത് നല്ല രീതിയിൽ അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഷിവ് എന്ന് പറഞ്ഞ ആളതിന്റെ ഡയറക്ടർ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, BGM ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ഭയങ്കര ആവറേജ് എന്ന് തോന്നുന്ന ചില സീനുകളൊക്കെ BGM കാരണം നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റില് ബോറടിക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ 2-2.5 മണിക്കൂറുള്ളൂ, വല്ലാണ്ട് ബോറടിക്കാൻ സമയമില്ല, കുഴപ്പമില്ലാത്ത നല്ല എഡിറ്റിംഗ് ആണ്. പിന്നെ ഓവർ ഡ്രാമാറ്റിക് അവനൊരു പോയിട്ടില്ല, ഓവർ ദേശീയതയും അവർ വിളമ്പിയിട്ടില്ല. അങ്ങനത്തെ അതിലൊന്നും ഒരു ഓവർ ആക്കണില്ല, കുറച്ച് എടുത്തത്. പിന്നെ പ്രെഡിക്റ്റബിൾ ആണ്. ഇത് നിങ്ങൾ അൺപ്രെഡിക്റ്റബിലിറ്റി ആണ് പ്രതീക്ഷിച്ച് വരണമെങ്കിൽ നിങ്ങൾക്ക് നിരാശ വരാം. എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ കാണാത്ത കഥയല്ല, ഒക്കെ ടിപ്പിക്കലാണ്. പക്ഷെ ടിപ്പിക്കലായ പടത്തിനെ എങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് മേക്ക് ചെയ്യാം, അതില് ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഈ ബോളിവുഡിന്റെ ഇതുപോലത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. അതിലൊരു സംശയം വേണ്ട. പിന്നെ നിങ്ങൾ കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറഞ്ഞോ, എനിക്ക് ഐ ഡോണ്ട് കെയർ. ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്കഡ് ആണ്. പിന്നെ ഹൃതിക് റോഷന്റെ ക്യാമിയോ ഫോർ മീ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ കുറെ കൂടി ഓവർ പ്രതീക്ഷ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. കുഴപ്പമില്ല, ഡീസന്റ് ആണ്. പക്ഷെ കുറെ കൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാമിയോ തന്നെ ഒഴിവാക്കായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ ഓവർ പ്രതീക്ഷയായിട്ട് നിങ്ങൾ പോകണമെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല, ചിലപ്പോൾ വർക്കൗട്ട് ആയി എന്ന് വരാം. എൻറ്റയർലി അപ് ടു യു. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിൽ കപൂർ കുഴപ്പമില്ല, ബോബി ഡിയോൾ കുഴപ്പമില്ല. ആരും ഇതിൽ മോശം അഭിനയം എന്ന് പറയാനില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ട കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിന്റെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ഷനും ഇതിന്റെ ഒരു മേക്കിങ്ങും കളർഫുൾ ട്രീറ്റ്മെന്റും പിന്നെ ആലിയ ഭട്ടുമാണ്. ശർവരി മോശമായിട്ടില്ല, ശർവരി നന്നായി ചെയ്തിട്ടുണ്ട്. ഫോർ മീ ഐ ക്യാൻ വാച്ച് ഇറ്റ് ഫോർ ആക്ഷൻ ആൻഡ് ആലിയ ഭട്ട്. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.